ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് മനസ്സിലാകാത്തവർ അത് നോക്കിയിട്ട് വരിക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിലേഷൻ എന്താ പിടിക്കാം. കാരണം റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ചുമ്മാ ഡയലോഗിലൊക്കെ പറയാം അല്ലേ, ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് അവസാനിച്ചു. പക്ഷെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാഷ് ഒരു എക്സാമ്പിൾ പറയാവേ, വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാവേ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു ഞാൻ. എ എന്നുള്ള സെറ്റ് ഒരു 1 2 3 4 5 എ എന്നുള്ള സെറ്റ് എടുത്ത് ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എടുത്തു. ഏതാണ് പറയാം? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെങ്കിൽ എക്സെട്ര കൊടുത്താൽ മതി. 1 മുതൽ ഏകദേശം എക്സെട്ര ഒരു 20 വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട് ബിയിൽ. ഓക്കെ അല്ലേ? ആ എ ക്രോസ് ബി ഒന്ന് ഞാൻ കണ്ടുപിടിച്ചു. എ ക്രോസ് ബി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ അതിലേക്കാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കണേ. അപ്പോൾ ഏതൊക്കെ വരാം? 1 1 1 2 1 3 അങ്ങനെ പോയിട്ട് 120 വരെ വരാം. ശരിയല്ലേ? അടുത്ത എലമെൻറ്റോ 2 1 2 2 2 3 അങ്ങനെ പോയിട്ട് 220 വരെ വരാം. അങ്ങനെ പോയിട്ട് 5 1 5 2 5 3 എക്സെട്ര 520 വരെ വരാം. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ഓർഡേർഡ് പെയറുകൾ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? എനിക്കിഷ്ടമുള്ള കുറച്ച് പെയറുകൾ എടുക്കുകയാണേ. അതായത് ഞാൻ R1 എന്ന് പറയുന്ന കുറച്ച് സബ്സെറ്റുകൾ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തു. അതിനെയാണ് സബ്സെറ്റ് എന്ന് വിളിക്കുക അല്ലേ. ഞാൻ R1 എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുക്കുകയാണ്. എനിക്കിഷ്ടമുള്ള കുറച്ച് ആൾക്കാരാണ്. 1 1 എടുത്തു, 2 2 ഇതിലത്തെ ആൾക്കാരെ എടുക്കണേ, വേറെ പുറമുള്ള ആൾക്കാരൊന്നും എടുക്കരുത്. ഇതിലുള്ള ആൾക്കാരെടുത്ത് വെച്ചു. ഓക്കെ, 4 4 ഉണ്ടാകും, 5 5 3 3 ഇല്ലേ, 3 3 എടുത്തു, 4 4 എടുത്തു, 5 5 എടുത്തു. ഓക്കെ, വേറൊരാൾ വന്നിട്ട് വേറെ കുറച്ച് പെയറുകൾ എടുത്ത് 1 1 എടുത്തു, 2 4 എടുത്തു, 3 9 എടുത്തു, 4 16 എടുത്തു, 5 ആരും എടുത്തില്ലേ. ഓക്കെ, വേറൊരാളാണെന്നിട്ട് വേറെ എടുത്തു. എന്താണ് 1 3 എടുത്തു, 2 6 എടുത്തു, 3 9 എടുത്തു, 4 12 എടുത്തു, 12 5 15 എടുത്തു. ഇതിലുള്ളത് തന്നെ എടുക്കാൻ പാടുള്ളേ. കാരണം ഞാൻ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരും ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റുകളല്ലേ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനെടുത്ത ആൾക്കാരല്ലേ? അതായത് ഞാനെടുത്ത ഈ എക്രോസ് ബിയുടെ ഉള്ളിൽ നിന്ന് ഞാനെടുത്ത കുറച്ച് സബ്സെറ്റുകളാണ് ഈ 3 പേരും. ശരിയല്ലേ? ഞാനെടുത്ത കുറച്ച് സബ്സെറ്റുകളാണ് ഈ 3 പേരും. ഈ 3 പേർക്ക് സബ്സെറ്റുകളാണെന്ന് മാത്രമല്ല, ആ 3 പേരും ഒരു സ്പെഷ്യലായിട്ടുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ് സച്ച് ദാറ്റ് ഈ എക്സും വൈയും തമ്മിൽ ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് പ്രോപ്പർട്ടി? മനസ്സിലായോ? ഇതിൽ ആദ്യത്തെ എക്സാമ്പിളിൽ ഇവിടെ 1 1 ആണ്, ഇത് 2 2 ആണ്, 3 3 ആണ്, 4 4 ആണ്, 5 5 ആണ്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ വന്ന സാറ്റിസ്ഫൈ ചെയ്ത പ്രോപ്പർട്ടി? എക്സ് എന്താണ്, വൈ എന്താണ്? അത് രണ്ടും എന്താണ്? തുല്യമല്ലേ? എക്സും വൈയും ഈക്വൽ അല്ലേ? അപ്പം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത പ്രോപ്പർട്ടി എന്താണ്? എക്സും വൈയും തുല്യമാണ്. ഇതിനെ പറയുന്ന പേരാണ് റിലേഷൻ. എക്സും വൈയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്ത് റിലേഷനാണ് അവിടെ നടന്നത്? y ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന റിലേഷൻ ഇതിലുള്ള എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ പെയർ, ഞാൻ എടുത്ത പെയറിലുള്ള എല്ലാവരും ഈ ഒരു റിലേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് റിലേഷൻ. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ്. ഒരു ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ് റിലേഷൻ. ചുമ്മാ ഒരു പെയർ എടുക്കല്ല, നമ്മൾ വെറുതെ കണ്ടിട്ട് പെയർ എടുക്കുന്നല്ല
ചെയ്യുന്നത്, ഈ എക്സ് ഈസ് റിലേറ്റഡ് ടു വൈ എന്നാ പറയുക. എക്സും വൈയും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടാവും. ആ ഇവിടുത്തെ ബന്ധം എന്താണ്? ഈ പ്രോപ്പർട്ടിയിൽ വന്ന ബന്ധം എന്താണ്? എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന റിലേഷനാണ് അവർ സാറ്റിസ്ഫൈ ചെയ്തത്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ അച്ഛനും മകനൊക്കെ റിലേഷൻ അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛനും മകനും എന്നുള്ള റിലേഷൻ എന്നുള്ള വേണമെങ്കിൽ എടുക്കാം നമുക്ക്. വളരെ സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ എന്നുള്ള എൻ്റെ പേരൻറ്റിൻ്റെ നമ്മൾ അച്ഛൻ്റെ പേര് മോഹനൻ എന്ന് കൊടുത്തു. അമ്മയുടെ പേര് വസന്ത. ബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മക്കളാണ്. സന്ദീപ്, സനിൽ, സനോജ്. 3 പേരെടുത്തു. ഓക്കെ, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? അച്ഛനും പേരൻസ് എന്നുള്ള ബന്ധമല്ലേ? അപ്പോൾ ഞാൻ എ ക്രോസ് ബി ചെയ്തു. എ ക്രോസ് ബിയിൽ ആരൊക്കെ വരിക? മോഹനൻ കോമ സന്ദീപ് വരും, മോഹനൻ കോമ സനിൽ വരും, മോഹനൻ കോമ സനോജ് വരും, പിന്നെ അടുത്ത ആൾ വരും അല്ലേ? എന്താ വരിക? സിമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കൂളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാണ്. വസന്ത കോമ സന്ദീപ് വരും, വസന്ത കോമ സനിൽ വരും, വസന്ത കോമ സനോജ് വരും. 3 ആൾക്കാർ വന്നു. ഇതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുകയാണ് ഞാൻ R1. ഞാൻ മോഹനൻ കോമ സന്ദീപ്, മോഹനൻ കോമ സനിൽ, മോഹനൻ കോമ സനോജ്. ഇതൊരു സബ്സെറ്റായിട്ട് എടുത്തു. ഈ 3 പേരും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ലേ? എന്താണ് റിലേഷൻ? എക്സ് ഈസ് ദി ഫാദർ ഓഫ് വൈ അല്ലേ? അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താണ്? നമുക്ക് വേണമെങ്കിൽ റിലേഷൻ ഉണ്ടാക്കാം. എക്സ് വൈ ഈക്വൽ ടു സച്ച് ദാറ്റ് എക്സ് ഈസ് ദി ഫാദർ ഓഫ് വൈ. എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദറാണ്. അത് ചുമ്മാ ഞാൻ ഒരു റിലേഷൻ ഉണ്ടാക്കിയതാണ്. അതേപോലെ ഒരു ബന്ധം നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ബന്ധം പോലെ നമ്മൾ റിലേഷൻ ഓരോ സെറ്റിലും എന്തുണ്ട്? ഓരോ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ഉണ്ടാവും. ആ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? റിലേഷൻ. മനസ്സിലായോ? അപ്പോൾ റിലേഷൻ ഇനി മറക്കൂലല്ലോ. എന്താണ്? റിലേഷൻ ഈസ് ദി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് നമ്മൾ സിമ്പിളായിട്ട് വളരെ കൂളായിട്ടാണ് പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോകുന്നതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണ എന്താണ്? ചുമ്മാ ഒരു സബ്സെറ്റുകളല്ല. എന്താണ്? ആ സബ്സെറ്റുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഓർഡേഡ് പെയർ എക്സ് വൈകൾ തമ്മിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിനെയാണ് എന്ത് വിളിക്കുക? റിലേഷൻ എന്ന് വിളിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എക്സ് റിലേറ്റഡ് ടു വൈ എന്നാണ് പറയുക കേട്ടോ. +2 സെയിം സാധനം പഠിക്കുന്നുണ്ട് കേട്ടോ. ദെൻ തിരിച്ചു വരാം. ഇതിലെന്താ പറയുക? ഇത് നോക്കി പറഞ്ഞേ. ഇവിടെ വന്ന പ്രോപ്പർട്ടി എന്താണ്? എക്സും വൈയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. എക്സും വൈ ഒരു ബന്ധമുണ്ടല്ലോ. എന്താണ് ബന്ധം? 1 1 2 4 ആയി, 3 9 ആയി, 4 16 ആയി. എന്തുണ്ടായേ? 2 വെച്ച് കൂടെയാണോ ചെയ്ത്? സ്ക്വയർ ആവില്ലേ ഇത് അല്ലേ? വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ക്വയറാണ് കേട്ടോ. എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും, ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും, ഇതിനെ സ്ക്വയർ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് റിലേഷൻ. ഇവിടെ വരുമ്പോൾ എന്താ വന്നത്? സെറ്റ് ഓഫ് ഫുൾ എക്സ് വൈ സച്ച് ദാറ്റ് എന്താണ് ഉണ്ടായത്? എന്തുണ്ടായത്? 1 3 അല്ലേ? 1 3 ആയി, 2 ആകുമ്പോൾ 6 ആയി. ഇതിന് 2 സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ വരുമ്പോഴോ ഇതിന് 2 സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അയ്യോ, അതൊരു സുഖം വന്നില്ല അല്ലേ? ഞാൻ ആദ്യം ശരി പറ്റിപ്പോയി. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അടുത്തത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതൊരു സുഖമല്ല. അത് നമുക്ക് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി എഴുതാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞ പറ്റിപ്പോൾ കാരണം ഒരു ഓർഡറായിട്ട് എഴുതാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? 1 3. അടുത്ത ഇതിനെ ഒരൊറ്റ ഫിക്സ്ഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. 2 സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 6. വൈക്കുള്ള 2x എന്ന് പറയണത് വൈക്കിട്ട് ഇവിടെ അതിൻ്റെ മൾട്ടിപ്ലൈ. ഇതിനെ
വൈ ഈക്വൽ ടു 3x വന്നു. 2 വന്നാൽ 6. യെസ്, നേരത്തെ എഴുതി ശരി തന്നെയായിരുന്നു. 3 വരുമ്പോൾ 9, 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ. ഇതിനെ 3 കൊണ്ട് കേട്ടോ. 4 വരുമ്പോൾ 12, ഇത് ശരി തന്നെയായിരുന്നു, ഞാൻ ചിന്തിച്ചില്ല. 5 വരുമ്പോൾ ഇതിലെന്തുണ്ടാവുന്നത്? ഈ എക്സ് എന്ന് പറയുന്നത് എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വൈ. നോക്കി വെക്കുക, എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ കിട്ടും. നോക്കുക, 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടില്ലേ? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ഇത് ശരി തന്നെയാണ്, 12 കിട്ടും. 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടും കേട്ടോ. വൈ എന്ന് പറയുന്നത് 3 × x ആണ്. 3 × x, എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കാനൊന്നും ചോദിക്കുന്നില്ലേ, പേടിക്കണ്ട. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇതിൽ എക്സിന് എക്സ് കോർഡിനേറ്റില്ലേ, എക്സിന് കൊടുക്കുന്ന വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൊമെയിൻ എന്ന് വിളിക്കുക. എക്സിൻ്റെ വാല്യൂസിനെ എന്താ വിളിക്കുക? ഡൊമെയിൻ എന്നാണ് വിളിക്കുക. എക്സിൻ്റെ സെറ്റ് ഓഫ് എന് പറയുന്ന പേര്, ഇവിടെ എക്സിൻ്റെ വാല്യൂസിനെ ഡൊമെയിൻ എന്നും വൈയുടെ വാല്യൂസിനെ ഇവിടെ വൈക്ക് കിട്ടുന്ന വാല്യൂസിനെ റേഞ്ച് എന്നാണ് വിളിക്കുക. വൈക്ക് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂസിനെ നമ്മൾ കോഡൊമെയിൻ എന്ന് പറയും കേട്ടോ. അതായത് ഇപ്പോൾ എ എന്നുള്ള സെറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എ എന്നുള്ള സെറ്റിൽ വരുന്ന ആൾക്കാരനെ എല്ലാവരും പറയില്ല. കൺഫ്യൂഷനായി, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പറഞ്ഞു അല്ലേ, അതിലേക്ക് എത്തിയിട്ടില്ല. ഇത് കൂടെ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ടായിരിക്കും പോവാം. ഇപ്പം ഞാൻ എഴുതിയതിൽ ഇവിടെ മാത്രം ചെറിയൊരു കുഴപ്പം വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോളേ. എ എന്നുള്ള സെറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കാം. 1 2 3 4 5 ശരിയല്ലേ? എ എന്നുള്ള സെറ്റിൽ 1 2 3 4 5 ഉണ്ടാവും, ശരിയാണല്ലോ. ഈ പെയറിൽ ആദ്യത്തെ റിലേഷനിൽ എയിലുള്ള എല്ലാവരും വന്നിട്ടില്ലേ എക്സ് കോർഡിനേറ്റ് ആയിട്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. രണ്ടാമത്തേൽ അങ്ങനെ വന്നോ? 5 വന്നില്ല. 5-നൊരു പെയർ അവിടെ ഇല്ല. 25 വരിക, അത് വന്നിട്ടില്ല. മൂന്നാമത്തേലോ 1 2 3 4 5. അപ്പോൾ ഈ ആദ്യത്തെ ഇതും അവസാനത്തേലും എയിലുള്ള എല്ലാവർക്കും ഒരു പെയർ അവിടെ കിട്ടിയിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട്, ശരിയല്ലേ? അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻ, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാവേ. അതായത് എയിലുള്ള എല്ലാവർക്കും ബിയിൽ ഒരാളെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻ ഈസ് കോൾഡ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഫങ്ഷൻ. മനസ്സിലായോ? അപ്പോൾ അതിൽ ഈ എക്സിന് വരുന്ന വാല്യൂസിന് നമ്മൾ ഡൊമെയിൻ ഓഫ് എ റിലേഷൻ എന്ന് വിളിക്കും. അവിടെയായാലും ഡൊമെയിൻ ഓഫ് എ ഫംഗ്ഷൻ തന്നെയാണ് പറയുക. എക്സിന് വരുന്ന വാല്യൂസ് എയിലുള്ള എല്ലാവരും വരികയാണെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ്, അതായത് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാവരും അതിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഈസ് ഓൾസോ എ റിലേഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷനാണ്. ആ റിലേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ റിലേഷൻ്റെ പ്രത്യേകത? എയിലുള്ള എല്ലാവർക്കും ഒരാൾ അവിടെ അപ്പുറത്ത് വരണം, ഒരു ഓർഡേഡ് പെയർ അപ്പുറത്ത് വരണം. അങ്ങനെ വന്നാൽ നമുക്ക് അതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പം ഞാൻ ഈ 3 റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഫംഗ്ഷൻ? ഒന്നാമത്തെ റിലേഷൻ ഫംഗ്ഷനാണ് അല്ലേ? കാരണം എയിലുള്ള എല്ലാവർക്കും ഇവിടെ ഒരു പെയർ വന്നിട്ടില്ല, അപ്പുറത്ത് ഉണ്ട്. രണ്ടാമത്തെ റിലേഷൻ ഫംഗ്ഷനാണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ 5-ന് ഒരു പെയർ കിട്ടിയില്ല. മനസ്സിലായോ? മൂന്നാമത്തെ റിലേഷൻ എന്താണ്? ഫംഗ്ഷനാണ്. അപ്പോൾ റിലേഷനും ഫംഗ്ഷനും ഏകദേശം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞേടാ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്? ഫംഗ്ഷൻ ഈസ് ഓൾസോ എ റിലേഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻ തന്നെയാണ്. ഫോർ വിച്ച് എന്താണ് കണ്ടീഷൻ? ഫോർ എവറി എലമെൻറ്റ് ഇൻ എ, എവറി എലമെൻറ്റ് ഇൻ എ ദർ ഈസ് വൺ പെയർ ഇൻ ബി. ബിയിൽ ഒരു പെയർ ഉണ്ടാവണം. അങ്ങനെ വന്ന റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ജസ്റ്റ് പറഞ്ഞെന്നുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ തിരിച്ചു വരാം. ഈ റിലേഷൻ നമുക്ക് എന്താ പറയുക, ഡയഗ്രമായിട്ട്, ആരോ ഡയഗ്രം എന്ന് വിളിക്കുക, ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, റൈറ്റ് ദി ആരോ ഡയഗ്രാം ഓഫ് ദി റിലേഷൻ. തന്നിരിക്കുന്ന റിലേഷൻ്റെ ആരോ ഡയഗ്രമായിട്ട് ഡിനോട്ട് ചെയ്യാൻ കാണിച്ചു. അപ്പോൾ എ എന്നുള്ള പെയറിലുള്ള ആൾക്കാർ എഴുതുക 1 2 3 4 5. ബി എന്നുള്ള പെയറിലുള്ള ആൾക്കാർ എഴുതാണ് 1 2 3 4 5 6 7 8 അങ്ങനെ അപ് ടു 20 വരെ കേട്ടോ. ഇവർ തമ്മിൽ ഏരോ മാർക്കായിട്ട് ഡിനോട്ട് ചെയ്യണം. ഞാൻ ഒന്നാമത്തെ റിലേഷൻ കാണിക്കുകയാണ്. 1 1ക്ക് പോയി, 2 2ക്ക് പോയി, 3 3ക്ക് പോയി, 4 4ക്ക് പോയി, 5 5ക്ക് പോയി കേട്ടോ.
ഓക്കെ, ഇതിനെയാണ് ആരോ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡൊമെയിൻ ഓഫ് എ റിലേഷൻ. ഈ എക്സിൻ്റെ വാല്യൂസിനെ എന്ത് വിളിക്കുക? റേഞ്ച് ഓഫ് ദ റിലേഷൻ. എന്താണ് റേഞ്ച് എന്ന് വിളിക്കുന്നു? ബിയിലുള്ള മൊത്തത്തിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ. അപ്പോൾ കോഡൊമെയിൻ ആരാണ്? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള ആൾക്കാരാണ്. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 20 വരെയുള്ള ആൾക്കാരാണ്. ഈ ആരോ മാർക്ക് വന്ന ആൾക്കാരില്ലേ, അത് മാത്രമാണ് എന്ത് റേഞ്ച് ഉള്ളത് കേട്ടോ. +2 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കേ. ഇത് രണ്ടും സെയിം ആകുമ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ 1 to ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പഠിക്കും. ഇപ്പം നമുക്കത് ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ റിലേഷൻ എന്ന് എഴുതിയ എയും ബിയും. രണ്ടാമത്തെ റിലേഷൻ എഴുതി കൂടെ വരച്ച് നോക്കുക. 1 2 3 4 5 1 2 3 4 അങ്ങനെ പോയിട്ട് 20 വരെ. 1 1ലേക്ക് പോയി, 2 4ലേക്കാണ് പോകുന്നത്, 3 ഇവിടെ 9ലേക്ക് പോയി, 4 ഇവിടെ 16ലേക്ക് പോയി, 5 ആയിരിക്കും പോകണില്ല കേട്ടോ. ഓക്കെ, 5 അങ്ങനെ തന്നെ നിന്നു. മനസ്സിലായോ? 5ന് അങ്ങനെ ആരോ മാർക്ക് ഇടണേ. 5 ആയിരിക്കും വന്നില്ല. അപ്പോൾ ഇത് റിലേഷനാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. 5ന് ഒരാൾ വന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇത് എന്തല്ല? ഇത് ഫംഗ്ഷൻ അല്ല കേട്ടോ. ഇത് ഫംഗ്ഷനാണ്. ഇത് റിലേഷനുമാണ്, അതുപോലെ ഫംഗ്ഷനുമാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രത്യേകത കേട്ടോ. ദെൻ ലാസ്റ്റത്തെ ആരോ ഡയഗ്രായിട്ടൊന്ന് ഡിനോട്ട് ചെയ്തേ. എയിൽ നിന്ന് ബിയിലേക്ക് ഒന്ന് വരച്ചേ. 1 2 3 4 5 1 2 3 പിന്നെ എന്തുള്ളത്? 1 2 3 4 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. 1 1ലേക്ക് പോയി, 2 6ലേക്ക് പോകണം അല്ലേ. 6ലേക്ക് പോയി, 3 9ലേക്ക് പോയി, 4 12ലേക്ക് പോയി, 5 15ലേക്ക് പോയി കേട്ടോ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റിലേഷൻ. ഇങ്ങനെ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്, ആരോ ഡയഗ്രാമായിട്ട് ഡിനോട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കിൽ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം A to B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 raised to നമ്പർ ഓഫ് A ഇൻറ്റു നമ്പർ ഓഫ് B. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട്? 2 raised to n of A ഇൻറ്റു n of B. പിന്നെ ഒരു റിലേഷനും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ empty റിലേഷൻ വിളിക്കും കേട്ടോ. അപ്പോൾ അതിന് 5 ആണ്, നൾ സെറ്റാണ് empty റിലേഷൻ വിളിക്കുന്നത്. ഡൊമൈൻ ആൻഡ് റേഞ്ച്. എത്ര ഡൊമൈൻ റേഞ്ച് മനസ്സിലായല്ലോ? യെസ്, അത്ര മതി. ഇനി പ്രോബ്ലം ചെയ്യാം. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, കഴിഞ്ഞ 2024 ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഓക്കെ, 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഴുതണം. ലെറ്റ് R be a relation, capital R be a relation on A equal to set 1 2 3 4 5 6 1 2 3 4 5 6. അതായത് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ തന്നെയാണ്. ഡിഫൈൻഡ് ബൈ R equal to R ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കണേ. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ x y സച്ച് ദാറ്റ് y equal to x plus 1 എഴുതാം. എക്സ്പ്രസ് R in റോസ്റ്റർ ഫോം. ആറിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. ആൻഡ് ഓൾസോ ഡെപ്പിക്റ്റ് ദിസ് റിലേഷൻ യൂസിങ് ആരോ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യാനുണ്ട്. പിന്നെ റൈറ്റ് ഡൊമൈന്, റേഞ്ച് ആൻഡ് കോഡൊമൈന്. ഡൊമൈനും റേഞ്ചും കോഡൊമൈനും എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ എഴുതി വിചാരിക്കുന്നു. ആദ്യം റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം, അതായത് പെയറാക്കിയിട്ട് എഴുതണം. ആരോ ഡയഗ്രാം വരയ്ക്കണം. അതിനുശേഷം അതിൻ്റെ ഡൊമൈന്, റേഞ്ചും കോഡൊമൈനും കണ്ടുപിടിക്കുക കേട്ടോ. അത് ഞാൻ തന്നാണേ. ഓക്കെ, ഇരുന്നോട്ടെ. നോക്കാം നമുക്ക്. y = x+1 ആണ് റിലേഷൻ. y = x+1 കൊടുക്കണം. ശ്രദ്ധിക്കുക, R എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ ആക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോമാണ്. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ എന്താ വരിക നോക്കാം. ആറിന് ഓർഡേർഡ് പെയർ, എക്സിന് ഇതിലുള്ള വാല്യൂസേ കൊടുക്കാൻ പാടുള്ളേ. കിട്ടുന്ന ആൻസറും എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ തന്നെയാണ് കേട്ടോ. കിട്ടുന്ന ആൻസറും അതിലുള്ള എലമെൻ്റ് തന്നെ ആയിരിക്കണം. കൊടുക്കുന്ന ആൻസറും കിട്ടുന്ന ആൻസറും അതിലുള്ള എയിലുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കണേ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ A to B എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നോക്കുക, എക്സിന് ആദ്യം ഞാൻ 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ y എത്രയാണ് നോക്കി പറഞ്ഞതിൽ? y = x+1 ആണ്. എക്സിന് 1 കൊടുത്തു. അപ്പോൾ y എന്താ വരിക? 1 + 1 2 അല്ലേ? എക്സിന് 2 കൊടുത്താലോ
വൈ എത്ര വരിക 2 + 1 3. എക്സിന് 3 കൊടുത്താലോ വൈ 3 + 1 4. എക്സിന് 4 കൊടുത്താലോ വൈ 4 + 1 5. എക്സിന് 5 കൊടുത്താലോ വൈ 5 + 1 6. എക്സിന് 6 കൊടുത്താലോ വൈ 6 + 1 7. അതിലുണ്ടോ 7? അതിലുണ്ടോ? ഇതിലില്ലല്ലോ. അപ്പോൾ അത് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഏതൊക്കെ പെയറാ വരിക 1 2 2 3 3 4 4 5 5 6 6 കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മനസ്സിലായല്ലോ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. റിലേഷൻ ഉണ്ടാക്കുക കേട്ടോ. പെയറാക്കിയിട്ട് ഇത് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാൻ ചോദിച്ചിട്ടുണ്ട്. 2022 ചോദിച്ചതാണ് കേട്ടോ. 2023 ചോദിച്ചില്ല. 2022 ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബീനെ നമ്മൾ ഡയഗ്രാമായിട്ടൊന്ന് കാണിച്ചേ. എ ടു ബി എ ടു എ തന്നെയാണ്. എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ 1 2 3 4 5 6 1 2 3 4 5 6. 1 2ക്ക് പോയി, 2 3ക്ക് പോയി, 3 4ക്ക് പോയി, 4 5ക്ക് പോയി, 5 6ക്ക് പോയി. 6 എവിടേക്കും പോകാനില്ല കേട്ടോ. കേട്ടല്ലോ. ഇത് ഫങ്ഷൻ ആണോ? അല്ല. കാരണം എന്താ? 6 ആരും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഫങ്ഷൻ അല്ല, ഇറ്റ് ഈസ് എ റിലേഷൻ. ഇതിൻ്റെ ഡൊമൈൻ എത്രയാ? എക്സിന് വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പോൾ 1 2 3 4 5 ആണ് ഡൊമൈൻ. എക്സിന് വന്ന ആൾക്കാരാണ് ഡൊമൈൻ. മനസ്സിലായോ? റേഞ്ചോ? വൈക്ക് വന്ന ആൾക്കാരാണ് റേഞ്ച്. 1 ഉണ്ടോ? റേഞ്ചില്ലല്ലോ. അപ്പോൾ 2 3 4 5 6 ആണ് റേഞ്ച്. കോഡൊമൈനോ? അത് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ എഴുതണം കേട്ടോ. ഓക്കെ, ഈ സെറ്റ് മുഴുവനാണ് കോഡൊമൈൻ. ഓക്കെ, ഏതാണ് സെറ്റ്? 1 2 3 4 5 6 ഏതാട്ടാ സെറ്റ്? 1 2 3 4 5 6 എഴുതിക്കോളൂ. 2022 ചോദിച്ചതാണേ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? റിലേഷന് വേറെ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുള്ളേ. ഇനി കൂടുതൽ ഈ ചാപ്റ്ററിന് ഫംഗ്ഷനാണ് ചോദിക്കാറ് കേട്ടോ. കുറേ ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അങ്ങനെ x², അതുപോലെ 1/x, അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് ഫംഗ്ഷൻ എന്നുള്ളതിലെ. അല്ലാതെ ഈ മോഡൽ തന്നെ ഉള്ളൂ ഈ ചാപ്റ്റർ. അതുകൊണ്ടാണ് ഈ 2 ചാപ്റ്റർ എളുപ്പം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2022 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഴുതാം. ലെറ്റ് എ ഈക്വൽ ടു, തന്നെ ചെയ്ത് നോക്കണം നിങ്ങൾ. എ ഈക്വൽ ടു 1 2 3 4 5 6 7 8. എ റിലേഷൻ ക്യാപിറ്റൽ R ഫ്രം എ ടു എ, എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്, ഈസ് ഡിഫൈൻഡ് ബൈ R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 2x മൈനസ് വൈ ഈക്വൽ ടു 0, x, y belongs to A. x ഉം y മേലുള്ള എലമെൻ്റ് ആവണം കേട്ടോ. റൈറ്റ് ഡൗൺ ദി ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഗ്രാഫ് ആരോ ഡയഗ്രാം വരയ്ക്കാനൊന്നും പറഞ്ഞില്ല. റൈറ്റ് ഡൗൺ ദി ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദി ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഒന്ന് തനിയെ ചെയ്തേ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും അല്ലേ? അതിന് ഏറ്റവും എളുപ്പം തന്നെ y ഈക്വൽ ടു ആക്കാൻ നല്ലത്. ഈ 2x മൈനസ് വൈ ഞങ്ങൾ ചാടിക്കുക. അപ്പോൾ എന്ത് വരും? 2x ഈക്വൽ ടു y. ആ y ഈക്വൽ ടു 2x എന്ന് കൊടുത്താൽ മതി കേട്ടോ. എക്സിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഏതൊക്കെ ആറിൽ വരിക? ആറിൽ എന്താ വരിക? എക്സിൽ 1 കൊടുത്തു. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക y. അപ്പോൾ എത്ര വരിക? 2 × 1. അപ്പോൾ 2 അല്ലേ? മനസ്സിലായോ? 2 × 1 അല്ലേ ഈക്വൽ ടു വൈയുടെ വാല്യൂ. അടുത്ത് y ഈക്വൽ ടു 2 × 3 2 4 അല്ലേ? അപ്പോൾ 2 കൊടുക്കുമ്പോൾ 4 വരും. 3 കൊടുക്കുമ്പോൾ എന്താ വരിക? 2 × 3 എത്ര വരും? 6 വരും. 4 കൊടുത്താലോ? 2 × 4 8 വരും. 5 കൊടുത്താലോ? 2 × 5 വരും. 10 വരും. 10 ഇതിലുണ്ടോ? ഇതിലുള്ള ആൾക്കാർ തന്നെ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എയിൽ നിന്ന് എയിലേക്കാണ്. എക്സും വൈയും ഇതിലുള്ള ആൾക്കാർ തന്നെ വരാൻ പാടുള്ളൂ. 4 കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഡൊമൈൻ എന്ന് കാണാനാണ് പറഞ്ഞത്. ഡൊമൈൻ ഇത് ഫംഗ്ഷനാണോ? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം ഈ 4 ആൾക്കാർ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാവരും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഏതാ വരിക? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1ഉം 2ഉം 3ഉം 4ഉം മാത്രമേ ഡൊമൈനുള്ളൂ കേട്ടോ. ഫംഗ്ഷന് ഡൊമൈൻ എല്ലാവരും വരും കേട്ടോ. ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഡൊമൈൻ തന്നെ 1 2 3 4 5 6 7 8 എല്ലാവരും വരണം. ഓക്കെ, റേഞ്ചോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം 6ഉം 8ഉം.
കോഡൊമൈൻ ചോദിച്ചില്ല, ചോദിക്കുകയാണെങ്കിൽ ആ സെറ്റ് മൊത്തം എഴുതിക്കോളൂ കേട്ടോ. 1 2 3 4 5 6 7 8. കോഡൊമൈൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിലും ഇതിലൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കിലെ റിലേഷൻ. മനസ്സിലാകാൻ വിചാരിക്കുന്ന വലിയ റിസ്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ റിലേഷൻ ചോദിക്കുന്നത്. എല്ലാം 1 വേർഡുകളായിട്ട് 1 മാർക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, പഠിക്കുക, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ ഫംഗ്ഷൻ അത്യാവശ്യം പഠിക്കാനുണ്ട്. ഫംഗ്ഷന് കുറേ പഠിക്കാന്ന് വെച്ചാൽ എഴുതി പഠിക്കുക, വേറെ ഒന്നുമില്ല. ഗ്രാഫ് വരയ്ക്കാനായിരിക്കും. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി മോഡ് എക്സ്, ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് 1/x. കഴിഞ്ഞ 2024 1/x വരയ്ക്കാൻ പറഞ്ഞല്ല. ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് x³, ഡ്രോ ദി ഗ്രാഫ് ഓഫ്, അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ആ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് സെറ്റായി. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയൻസ് പഠിക്കുന്നു. ഞാൻ ഗ്രാഫ് ഇട്ടുള്ള വീടിനൊക്കെ മുമ്പ് ആദ്യം വേരിയൻസ് പഠിപ്പിക്കാതിരിക്കുന്നു അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണുന്ന ക്വസ്റ്റൻ ഉണ്ട്, പിന്നെ മീൻ ഡീവിയേഷനും. അവസാനത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും പഠിച്ചിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് പോവാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.